അതൊരു ദരിദ്രവാസിയായിട്ട് തന്നെ അതിൻ്റെ മാക്സിമം ഊറ്റിയെടുത്തു. നീ ഒന്ന് വാടി മോളെ, പോരാത്തതിനൊരു ബിസിനസ് കാര്യം. നിന്നെ ഞങ്ങൾ മുഴുവനായിട്ട് ഊറ്റുന്നുണ്ട്. എപ്പോഴത്തേക്കാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്? ഉത്രാടത്തിനല്ലേ? എന്തായാലും ഞാൻ അയച്ചിട്ടുണ്ട്, 2 ദിവസത്തിലെത്തും. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ശരി ശരി. മോൾക്ക് ഇന്നലെ ഓരോ തിരക്ക് കാരണം അച്ഛനൊന്നും ചോദിച്ചില്ല. അപ്പം അതിൻ്റെ കാര്യം എന്തായി? സംസാരിച്ചു വെച്ചാ, പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എന്താ മോളെ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ്റെ ഫ്രണ്ട് തന്നെയല്ല കൃഷ്ണേട്ടൻ. മൂപ്പൻ എന്താ പറഞ്ഞത്? ആ പെൺകുട്ടിക്ക് വേറെ ബന്ധമുണ്ട് പറഞ്ഞിട്ട് ഇവർ ഡിവോഴ്സ് ആയിന്നല്ലേ? കൃഷ്ണ അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല അച്ഛാ. ആ പെൺകുട്ടിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. ഇതിപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞുണ്ടാക്കിയത് കഥയാ. അവൻ്റെ അമ്മ കുറച്ച് ആള് അത്ര ശരിയല്ല അത്രേ. ഇങ്ങനെ എടുത്ത് ചാടി ഓരോ സംസാരിക്കുന്ന സ്ത്രീയാ. അപ്പോൾ ആ കുട്ടി ഒരുപാട് പിടിച്ചു നിന്നു. അവസാനം എന്നെ പറ്റായിട്ട് ഡിവോഴ്സ് വാങ്ങി പോയതാണ് അത്രേ. മോളെന്താ ഇങ്ങനെ പറയണത്? കൃഷ്ണ അത്രയും എനിക്ക് വേണ്ടപ്പെട്ടവനാ. അവൻ എന്നോട് കള്ളത്തരം പറയില്ല. അച്ഛാ, കൃഷ്ണേട്ടൻ കള്ളത്തരം പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്. കൃഷ്ണേട്ടന് മാത്രമല്ല, ആ നാട്ടുകാർക്കും അവരുടെ കുടുംബക്കാർക്കൊക്കെ ആ പെൺകുട്ടി ഇങ്ങനെ പോയിന്നേ അറിയുള്ളൂ. പക്ഷെ സത്യാവസ്ഥ തന്നെയാ. എനിക്കൊന്നും മനസ്സിലാവണില്ല. മോളൊന്ന് തെളിച്ച് പറ. എല്ലാവരും വിചാരിച്ചത് ആ പെൺകുട്ടിൻ്റെ ഭാഗത്താണ് തെറ്റുന്നാ. പക്ഷെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൂപ്പർ തന്നെയാണ് ഈ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത്. അതല്ല മോളെ, ഈ കാര്യം മറച്ചു വെച്ചിട്ട് ഒരു കല്യാണം നടത്താലോ? ഇത് ഞാൻ മൂപ്പരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാരണം ഒരു പെൺകുട്ടിൻ്റെ ജീവിതം പോയില്ലേ. ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിക്ക് ആ ഒരു അവസ്ഥ വരണ്ടാവിട്ട് നേരത്തെ പറഞ്ഞതാ തോന്നുന്നു. എന്തായാലും അറിഞ്ഞത് നന്നായി മോളെ. ഞാൻ കൃഷ്ണനെ ഒന്ന് വിളിച്ചോട്ടെ. വേണ്ടച്ചാ, മൂപ്പര എന്നോട് മാത്രമല്ലേ പറഞ്ഞത്. ഇനിയിപ്പോൾ എല്ലാവരും അറിയിക്കാൻ നിൽക്കണ്ട. പിന്നെ പറയാണ്ട് നാളെ മേലാൽ വേറെ കുട്ടികളിൽ നോക്കിയിട്ടേ അവൻ്റെ ഭാവിയും കൂടി നഷ്ടപ്പെടുത്താനാ. സംസാരിച്ചപ്പോൾ ആളൊരു പാവമാണ്. പിന്നെ അവർക്ക് വേണമെങ്കിൽ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കായിരുന്നു. എന്നിട്ടും മൂപ്പര എന്നോടെല്ലാം പറഞ്ഞില്ലേ. അവരുടെ മനസ്സിൽ നന്മയുണ്ട് അച്ഛാ. ആ അമ്മ ഇടപെട്ടിട്ട് അപ്പോൾ ആ പാവത്തിൻ്റെ ജീവിതം എങ്ങനെ ആയത്. എന്തായാലും നമുക്കിത് വേണ്ട മോളെ. അറിഞ്ഞിട്ട് എന്തിനാ? അച്ഛൻ പറഞ്ഞത് ശരിയാ. ഇത്രയും കാലം ഞാൻ കല്യാണം വേണ്ടെന്ന് പറഞ്ഞതല്ലേ. അതെന്തുകൊണ്ടാ? ഓരോരുത്തർ വരുന്നവരൊക്കെ കുഞ്ഞിനെ ഒഴിവാക്കണം, നീ മാത്രം മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതെന്തായാലും തീരെ പറ്റാത്ത കാര്യമാണ്. പക്ഷേ ആള് കുഞ്ഞിൻ്റെ കാര്യം എടുത്ത് സംസാരിച്ചു. ഞാൻ അവനെ നോക്കാന്നുള്ളതൊക്കെ. പിന്നെ ഇക്കാര്യം കൂടി പറഞ്ഞപ്പോൾ എനിക്കെന്തോ ആളൊരു പാവമാണെന്ന് തോന്നുന്നു അച്ഛാ. ഇപ്പം എന്താ മോള് പറഞ്ഞു വരുന്നത്? എന്തായാലും ഇതല്ലെങ്കിൽ വേറൊരു കല്യാണത്തിന് അച്ഛനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ആള് കുഴപ്പമില്ല തോന്നുന്നു അച്ഛാ. ഞാൻ ഒന്നുകൂടി 2-3 തവണ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ, എന്നിട്ടൊരു തീരുമാനം പറയാം. എന്തായാലും അമ്മ ശരിയല്ല എന്ന് പറയുമ്പോഴേ നമുക്ക് ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട് ചെയ്താൽ പോരെ. ഞാനൊരിക്കലും എടുത്തു ചാടി തീരുമാനം എടുക്കില്ല എന്ന് അച്ഛനറിയാലോ. എന്തായാലും ഒന്ന് സംസാരിക്കട്ടെ അച്ഛാ, അത് കഴിഞ്ഞിട്ടേ ഞാൻ പറയുള്ളൂ. എന്തായാലും നോക്കിയിട്ട് ചെയ്യാം മോളെ. ഞാൻ അബ്ബാസിൻ്റെ കടയിലൊന്ന് പോയിട്ട്. മോൻ പോയി കളിച്ചോ? അമ്മ ഒരു അങ്കിളിനെ വെയിറ്റ് ചെയ്യാം. അങ്കിൾ വരട്ടെ കേട്ടോ. കുഞ്ഞിക്കറിയില്ല, അമ്മ തന്നെ ഒരു തവണയെ കണ്ടിട്ടുള്ളൂ. എന്തായാലും അങ്കിള് വരട്ടെ കേട്ടോ. മോനെ പരിചയപ്പെടുത്തരാ. അമ്മ വെയിറ്റ് ചെയ്തോ, കുഞ്ഞ് ഓടി കളിക്കട്ടെ. കുറേ നേരമായി വന്നിട്ട്? ഒരു അരമണിക്കൂറായി. മോൻ്റെ സ്കൂളിൽ ഓണപ്പരിപാടി കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാ. അല്ല, ഇങ്ങോട്ട് വിളിപ്പിച്ചത് ബുദ്ധിമുട്ടായോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു ക്ലയൻറ്റിനോട് ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടായിരുന്നു, അതാ വൈകി പോയത്. മോനാണല്ലേ? അതെ. കുഞ്ഞുസേ വാ.
അമ്മ ഇത്ര നേരം വെയിറ്റ് ചെയ്ത അങ്കിളില്ലേ? അതാട്ടോ. ഹായ് അങ്കിളെ. ഹായ്. മോന്റെ പേരെന്താ? ജുവൻ. അങ്കിളിന്റെ പേരെന്താ? അങ്കിളുടെ പേര് സിദ്ധാർത്ഥ്. മിടുക്കം കുട്ടിയാണല്ലോ. വാ അങ്കിളുടെ അടുത്തേക്ക് വാ. പോട്ടെ. മിടുക്കൻ. ഞാനേ ഇവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചട്ടെ. വരുമ്പോ വാങ്ങിക്കാൻ മറന്നുപോയതാ. ചോക്ലേറ്റ് കഴിക്കില്ല. അതെന്താ? ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുള്ളൂ. മിടുക്കനാണല്ലോ. ചോക്ലേറ്റ് ഒന്നും കഴിക്കാറില്ലേ? ഇല്ല, മോൻ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും കഴിക്കാറില്ല. ആണോ? മിടുക്കൻ കുട്ടിയാണല്ലോ. മൊബൈലൊക്കെ കാണോ? മൊബൈൽ എപ്പോഴെങ്കിലും കുറച്ചു നേരം കാണും. തന്നെ? ഇത് എന്താ ഇഷ്ടം? ഓടി ചാടി കളിക്കാൻ. അയ്യോടാ, ഇങ്ങനെയാണ് കേട്ടോ കുട്ടികളെ. ഇങ്ങനെയാണോ? ആച്ചാ, ഞാനിവിടെ കോട്ടയിൽ വന്നിരിക്കുക. കുഞ്ഞൂസിൻ്റെ ഓണപ്പരിപാടി നേരത്തെ കഴിഞ്ഞില്ലേ? ആ പിന്നെ അച്ഛാ, സിദ്ധാർത്ഥുണ്ട്. ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ 2-3 തവണ ഒന്ന് കണ്ടിട്ട് തീരുമാനിക്കാന്നുള്ളതേ. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് വിളിച്ച് നോക്കിയതാ. അപ്പോഴത്തേക്കും ആൾ വന്നിരിക്കണു. പിന്നെ അച്ഛാ, കുഞ്ഞൂസ് ഭയങ്കര ഹാപ്പിയാ. ഇപ്പോൾ താ രണ്ടാളും കൂടി കളിച്ചുകൊണ്ടിരിക്കുക. നോക്കട്ടെ അച്ഛാ, എന്തായാലും കുഞ്ഞൂസിനോട് പറയാണ്ടൊന്നും തീരുമാനം എടുക്കാൻ പറ്റില്ല. എന്തായാലും അവനോട് കൊണ്ടൊന്ന് ചോദിക്കട്ടെ. ആച്ചാ ശരി. കുട്ടാ പോയാലോ? സമയം ഒരുപാടായി. അപ്പൂപ്പ വന്നിട്ടുണ്ടാവും. ഇപ്പൊ പോവണ്ട അമ്മ. അങ്കിളിന്റെ കൂടെ കളിക്കാൻ നല്ല സുഖമുണ്ട്. അതല്ലേടാ കുട്ടാ, അമ്മയ്ക്ക് കുറെ ഓർഡർ അയക്കാണ്ട്. നമുക്ക് പിന്നെ ഒരു ദിവസം വരാം. കുറച്ച് കഴിഞ്ഞിട്ട് പോവാ അമ്മ. അമ്മയ്ക്ക് ഒരുപാട് ഓർഡർ അയക്കാനുള്ളല്ലേ? ഞങ്ങൾ ഒരു ദിവസം രാവിലെ കൊണ്ടുവന്നിട്ട് നേരെ വരെ കുഞ്ഞു കളിപ്പിക്കാം. നിങ്ങളുടെ കളിക്കട്ടോ. എന്നിട്ട് വാടിയിലൊക്കെ നമുക്ക് പോവാം. ഇപ്പൊ വെക്കോ. ശരി ശരി. പിന്നെ വരാം കേട്ടോ. ശരി എന്നാ. ശരി. സൂപ്പർ ആയിട്ടുണ്ട്. മോൻ ഇഷ്ടമായോ? ആ ഇഷ്ടപ്പെട്ടു. അമ്മക്ക് ഇഷ്ടമായോ? വാ. അമ്മ, അമ്മ. ആ എടി മോളെ, നീ എത്തിയാ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കമ്മ. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. സമയം 10-10:30 ആയില്ലേ? ഇത്രയും നേരമായിട്ട് നീ ഒന്നും കഴിച്ചില്ല? രാവിലെ 8 മണിക്ക് കുഞ്ഞിനും ഭക്ഷണം കൊടുക്കുമ്പോൾ കുറച്ച് കഴിച്ചതാ. അത് കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്കല്ലേ ചെയ്യുന്നത്. 10-10:30 ആകുമ്പോഴേക്കും പിന്നെയും വിശക്കും. എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കാൻ പോയല്ലേ ആ തള ഒരുമാതിരി നോക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും, നേരം ഇങ്ങനെ എടുത്ത് കഴിക്കല്ലേ പറഞ്ഞിട്ട്. ഇത്രയും പെട്ടെന്ന് ആ വീട് പണിയൊന്ന് തീർക്കണം. എന്നാൽ പിന്നെ ഈ ഇതിന് പേടിക്കാണ്ട് ഭക്ഷണമെങ്കിലും മര്യാദയ്ക്ക് കഴിക്കാമല്ലോ. തൽക്കാലം പഴം എടുത്ത് കഴിക്കേ. അല്ല അപ്പൊ വീട് പണി എന്തായി? പണിക്കാരുണ്ടാ? അമ്മ എന്തോ അർത്ഥമാണ് അമ്മ പറയുന്നത്? ഇത്രയും കാലം ഏട്ടൻ ഗൾഫിലായിരിക്കുമ്പോ അയച്ചു തന്ന പൈസ കൊണ്ടല്ലേ സ്ഥലം വാങ്ങിയതും വീട് പണി തുടങ്ങിയതൊക്കെ? ഇപ്പൊ ഈ പ്രശ്നമായതിനു ശേഷം ഏട്ടൻ എന്തെങ്കിലും പൈസ തരുന്നുണ്ടോ? പിന്നെ എങ്ങനെ വീട് പണി മുന്നോട്ട് പോവാനാ? ഇനിയിപ്പൊ പേടിക്കൊന്നും വേണ്ടടിയ മോളെ, ഒരു കോൾ ഒത്തു വന്നിട്ടുണ്ട്.
എന്താ അമ്മ ഏട്ടൻ വീണ്ടും ഗൾഫിൽ പോകാൻ തീരുമാനിച്ചോ? ഓ അതൊന്നും അല്ലടി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് അവൻ എന്താക്കാനാ? ഫോണിലാന്നല്ലേ പറയണത്. ഇത് അതൊന്നും അല്ല. എന്താ അമ്മ അമ്മ ഇങ്ങനെ സസ്പെൻസ് ഇടാണ്ട് കാര്യം ഒന്ന് വേഗം പറഞ്ഞേ. നീ ഒന്ന് നിൽക്ക്. അമ്മ നിന്റെ വാട്സപ്പിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്ക്. ഫോട്ടോയോ? അല്ല ഇതാരമ്മ? ഇന്നാള് നിന്റെ ഏട്ടൻ ഒരു പെണ്ണ് കാണാൻ പോയി പറഞ്ഞിട്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ കുട്ടിയത്. അല്ല അമ്മ അത് രണ്ടാം കെട്ടുകാരിയായിരുന്നില്ലേ? ഇവളെ കണ്ട അങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. ആ എന്താടി മോളെ നീ അങ്ങനെ പറയണത്? രണ്ടാം ഘട്ടാന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടാവോ? ഇതെന്തോ ചെറുപ്പത്തിലേ കല്യാണം കഴിഞ്ഞതാ തോന്നണോ? 2 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു. ഇപ്പോൾ ഒരു 4 വയസ്സായ ചെക്കനുണ്ട്. ആ കാര്യങ്ങളൊക്കെ അമ്മ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതിനെക്കുറിച്ചൊരു ഇതൊന്നും പറയാതിരുന്നപ്പോഴേ ഞാൻ വിചാരിച്ചു അത് വിട്ടിട്ടുണ്ടാവും എന്നുള്ളത്. കാര്യങ്ങളൊന്നും അങ്ങനെ തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അവൻ കാണാൻ പോയിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവന് കുഴപ്പമില്ല എന്നുള്ളതേ. പിന്നെ അവര് അങ്ങനെ തീരുമാനമൊന്നും പറഞ്ഞില്ല. ഇതിപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മുടെ ആ കൃഷ്ണനാണേ, അയാൾക്കിപ്പോൾ ഇടയ്ക്ക് ഇതാ ബ്രോക്കർ പണിയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് അവളുടെ ആദ്യത്തെ കല്യാണത്തിന് ഫോട്ടോ അയച്ചു തന്നതാ. അയ്യോ നോക്ക് ഇത്ര സ്വർണ്ണം ഇട്ടിരിക്കണം എന്നുള്ളത്. കണ്ടു കഴിഞ്ഞാൽ നല്ല ഉള്ള വീട്ടിലെ പോലെ ഉണ്ടല്ലോ. കെട്ടിക്കഴിഞ്ഞാൽ ഏട്ടൻ കോളടിച്ചു അല്ലേ? ഉള്ള വീട്ടിലെ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. അവളിപ്പോൾ തറവാട്ടിലാണ് താമസം. ഒരു അച്ഛനും ഉണ്ട്, ചെറിയ ചെക്കനും ഉണ്ട്. അവളുടെ ഭർത്താവ് എന്തോ 2 വർഷം മുമ്പ് ആക്സിഡൻറ്റിൽ മരിച്ചതാണത്രേ. അപ്പോഴേ അവളിപ്പോൾ എന്തോ ഒരു ഓൺലൈൻ തുണിൻ്റെ എന്തൊക്കെയോ നീ ചെയ്യണം പറയണ്ടായിരുന്നില്ലേ, അതിപ്പോൾ അവൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളിനെ കിട്ടുകയാണെങ്കിൽ ഇത്രയും സ്വർണവും കിട്ടും, പിന്നെ അവളുടെ ബിസിനസ്സിൻ്റെ പൈസയും നമുക്ക് വാങ്ങിച്ചെടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ നാത്തൂൻ അല്ലേ? എന്തായാലും കല്യാണത്തിന് സംബന്ധിച്ചിട്ട് അവൾ ഇങ്ങോട്ടൊന്ന് വരട്ടെ. മറ്റുള്ള പോലെ എല്ലാം വാങ്ങിച്ചെടുക്കാം നമുക്ക്. അതന്നെടി മോളെ ഞാനും വിചാരിക്കണത്. ഇതിപ്പോൾ അവൾക്ക് അച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. അയാൾക്ക് പ്രായമായി വരികയല്ലേ, വേഗം കല്യാണം കഴിപ്പിക്കണം പറഞ്ഞിട്ട് അപ്പം ഈ ആലോചന നോക്കിയത്. എന്തായാലും രണ്ടാം ഘട്ടല്ലേ, അപ്പം നമ്മൾ പറയണത് നോക്കിയിട്ടേ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കും. പിന്നെ ഒരു കുഞ്ഞും ഇല്ലേ, ഇനിയിപ്പം എന്ത് ചെയ്യാനത്? എന്തായാലും ഒന്ന് വേഗം വാ നാത്തോനെ. അമ്മായിമ്മ പോരും നാത്തോൻ പോരും എന്താന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്.